ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പിസ്സൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പം 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്നേൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ കൈവച്ച് തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതി. പിന്നെ പൊടിച്ചെടുക്കണ്ട കേട്ടോ, പൊടിച്ചെടുത്താൽ വല്ലാണ്ടങ്ങ് പൊടിഞ്ഞു പോവും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾ ബ്രെഡിൻ്റെ എണ്ണം നിങ്ങളുടെ ഫ്രൈ പാനിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ 6 സ്ലൈസ് എടുത്തത് എൻ്റെ ഒരു പാനിൻ്റെ അളവനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം 6 സ്ലൈസ് ബ്രെഡിന് 3 മുട്ട എടുത്താൽ മതി. കറക്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഓവറായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം ഉടഞ്ഞു വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റിൽ ഇതുപോലെയാണ് കേട്ടോ ഉണ്ടാവൽ. അത്യാവശ്യം നല്ലോണം ഉടഞ്ഞിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പം ഒരു ഫ്രൈ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സൺഫ്ലവർ അല്ലെങ്കിൽ വെളിച്ചെണ്ണൊന്നും യൂസ് ചെയ്യാൻ നിൽക്കണ്ട. പാം ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ബേസ് പോലെ ആക്കി കൊടുക്കുക കേട്ടോ. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മുടെ പാനിനനുസരിച്ചിട്ട് ഷേപ്പെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബേസ് റെഡിയാവും. പിന്നെ വെക്കുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ആ ടൈം കൊണ്ട് വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഒരു ഉള്ളിയും 2 കളറ് ക്യാപ്സിക്കവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ആക്കുമ്പം കുറച്ച് ഒറിഗാനോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ വെക്കുമ്പം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വെക്കണം. കരിഞ്ഞു പോവണ്ട കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക, കാരണം ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു എരിവിന് വേണ്ടിയിട്ട് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് റെഡ് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെജീസ് എല്ലാം കറക്റ്റായിട്ട് അവിടെ തന്നെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചീസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജീസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെജീസ് എല്ലാം നിങ്ങളെ ഇഷ്ടത്തിന് ഒരു പിസ്സൻ്റെ ഒരു സ്റ്റൈലനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിയും
പിന്നെ 2 കളറ് ക്യാപ്സിക്കാന്ന് എടുത്തിട്ടില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒലീവ്സിലുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒറിഗാനോ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിസ്സ ചീസ് തന്നെ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഒലീവ്സെല്ലാം ഈ ടൈമിന് മുകളിൽ വെച്ച് കൊടുത്താൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. ബേസ് ഓൾറെഡി റെഡി ആയതാണ്, നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതല്ലേ. അപ്പോൾ ആ ഭാഗം കൂടി ഒന്ന് പൊരിഞ്ഞ് വരാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചീസെല്ലാം മെൽറ്റ് ആവുന്നത് വരെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ പെട്ടെന്ന് പിസ്സ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയൊരു പിസ്സയാണ്. ബ്രെഡെല്ലാം എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ, ബ്രെഡും പിന്നെ മുട്ടയൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മാവ് കുഴക്കാനും പരത്താനും ആ ഒരു പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ സാധാ കഴിക്കുന്ന പിസ്സൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ബ്രെഡ് ആണെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.